മുനമ്പത്ത് കുടിയൊഴിപ്പിക്കൽ പ്രായോഗികമല്ലെന്ന് കമ്മീഷൻ റിപ്പോർട്ട്. കുടിയൊഴിപ്പിക്കലിന് പകരം മറ്റു മാർഗങ്ങൾ തേടണം. ഭൂമി വഖഫ് എന്ന് കണ്ടെത്തിയാൽ സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ വേണം. വഖഫ് ബോർഡും ഫാറൂഖ് കോളേജുമായി സർക്കാർ സമവായ ചർച്ചകൾ നടത്തണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അടുത്തയാഴ്ച റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറും. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരനൊപ്പം ചേർന്നു. ജിജീഷ്, റിപ്പോർട്ടിൽ എന്തൊക്കെ? കൃഷ്ണരാജ്, ഇപ്പോൾ ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായർ കമ്മീഷൻ സമർപ്പിക്കാൻ പോകുന്ന റിപ്പോർട്ടിലെ ഭാഗങ്ങൾ പുറത്തു വരുമ്പോൾ അത് എങ്ങനെ സമവായത്തിലൂടെ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാം എന്നത് തന്നെയാണ് ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായർ കമ്മീഷൻ സർക്കാരിന് മുന്നിലേക്ക് വെക്കുന്നത്. കാരണം സർക്കാർ ആവശ്യപ്പെട്ടതും അത്തരത്തിലുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. ഈ ഒരു പ്രശ്ന പരിഹാരത്തിന് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മുഖം രക്ഷിക്കാനുള്ള നടപടികൾ ആവശ്യമായിരുന്നു. അത്തരം കാര്യങ്ങളായിരുന്നു പ്രധാനമായും ചോദിച്ചിരുന്നത്. അതനുസരിച്ചുള്ള ഒരു റിപ്പോർട്ട് തന്നെയാണ് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. മുനമ്പത്ത് കുടിയൊഴിപ്പിക്കൽ പ്രായോഗികമല്ല എന്നൊരു കാര്യമാണ് പ്രധാനമായും ഈ ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായർ കമ്മീഷന്റെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല, വഖഫ് ബോർഡും ഫാറൂഖ് കോളേജുമായി സർക്കാർ സമവായ ചർച്ചകൾ നടത്തണം. കാരണം ഈ രണ്ട് കോളേജും ഒപ്പം തന്നെ വഖഫ് ബോർഡുമായിട്ടാണ് പ്രധാനമായും തർക്കങ്ങൾ നിലനിൽക്കുന്നത്. അവിടെയുള്ള തർക്കങ്ങൾ പരിഹരിക്കപ്പെടാൻ കഴിഞ്ഞാൽ തന്നെ വലിയൊരു പ്രശ്ന പരിഹാരമാകുമെന്ന കാര്യം ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വഖഫ് എന്ന് കണ്ടെത്തിയാൽ അടിയന്തരമായി തന്നെ ഇടപെടണം. കോടതി അതിനെ വഖഫാണോ അല്ലയോ എന്ന് അന്തിമമായി നിർവചിക്കേണ്ടത് കോടതിയാണ്. കോടതിയുടെ ഭാഗത്ത് നിന്ന് അത്തരമൊരു നിർവചനം ഉണ്ടായാൽ കർശനമായി തന്നെയുള്ള തുടർ നടപടികളിലേക്ക് സർക്കാർ കടക്കണമെന്നൊരു നിർദ്ദേശം ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ കമ്മീഷൻ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. പൊതുതാൽപര്യം മുൻനിർത്തി വഖഫ് ഭൂമി സർക്കാരിനെ ഏറ്റെടുക്കാമെന്ന ഒരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ പരിശോധിക്കണമെന്ന കാര്യം ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായർ കമ്മീഷൻ പറയുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രധാനമായും ഒരു പോയിന്റായി നൽകിയിരുന്നത് അത് തന്നെയായിരുന്നു. എങ്ങനെ ഈ ഒരു ഭൂമി പിടിച്ചെടുത്തുകൊണ്ട് അവർക്ക് വിതരണം ചെയ്യാം, അല്ലെങ്കിൽ പൊതുതാൽപര്യം മുൻനിർത്തിക്കൊണ്ട് തുടർ നടപടികളിലേക്ക് കടക്കാം എന്നതിൽ തന്നെയായിരുന്നു പ്രധാനമായും അത്തരം പരിശോധനകൾ ഉണ്ടായിരുന്നത്. അത്തരം കാര്യങ്ങൾ അടക്കമുള്ള വിവരങ്ങൾ തന്നെയാണ് പ്രധാനമായും ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായർ കമ്മീഷൻ സർക്കാരിന് മുന്നിൽ വെച്ചിരിക്കുന്നത്. ഇതെല്ലാം ഉൾപ്പെടുന്ന റിപ്പോർട്ട് തന്നെയാണ് അടുത്ത ആഴ്ച മുഖ്യമന്ത്രിക്ക് നേരിട്ട് സമർപ്പിക്കാൻ ഒരുങ്ങുന്നത്. മാത്രമല്ല, ഈ ഒരു പ്രശ്ന പരിഹാരത്തിന് മുൻപത്തെ ജനങ്ങളെ കൂടി കേട്ടുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന കാര്യമായിരുന്നു സർക്കാർ മുന്നോട്ട് വെച്ചിരുന്നത്. അങ്ങനെ നിരവധി ആളുകളുടെ മൊഴികൾ എടുത്തു. ജിജീഷ്, ചുരുക്കി പറഞ്ഞാൽ മുനമ്പത്തുകാർ ആഗ്രഹിച്ചത് സംഭവിക്കണമെന്ന് കമ്മീഷൻ പറയുന്നു, അല്ലേ? കൃഷ്ണരാജ്, കമ്മീഷൻ ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇവിടെ വലിയൊരു സങ്കീർണമായ പ്രശ്നമായി തന്നെ സർക്കാരിന്റെ മുന്നിൽ നിന്നിരുന്ന ഒരു വിഷയമാണ് മുനമ്പം ഭൂമി പ്രശ്നം. അത് സർക്കാർ അവിടെ ചില പൊടിക്കൈകൾ അല്ലെങ്കിൽ മുനമ്പത്തെ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നു എന്ന് വരുത്തി തീർത്തതിന് ശേഷം അത്തരമൊരു നീക്കങ്ങളെല്ലാം നടത്തുന്നു എന്ന് പറയുകയും അതേ സമയത്ത് തന്നെ വഖഫ് ബോർഡിന്റെയും വഖഫ് ഭൂമി അവിടെ നിലനിർത്താനുമെല്ലാമുള്ള ശ്രമങ്ങൾ, വഖഫിന്റെ അവകാശവാദങ്ങൾ അംഗീകരിച്ചു കൊടുക്കുന്ന നീക്കങ്ങളായിരുന്നു സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായി തന്നെ ഉണ്ടാവുകയും ചെയ്യുന്നത്. അവിടെയാണ് ഈ ഒരു ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായർ കമ്മീഷൻ റിപ്പോർട്ട് എത്രമാത്രം പരിശോധിക്കും, അല്ലെങ്കിൽ അതിൽ എത്രമാത്രം നടപടികളായിരിക്കും സർക്കാർ സ്വീകരിക്കുക എന്ന് പ്രധാനമായും മനസ്സിലാക്കാനാണ് ഉള്ളത്. കാരണം കോടതി നിർദ്ദേശപ്രകാരം മാത്രമായിരിക്കും സർക്കാരിന് ഇവിടെ മുന്നോട്ട് പോകാൻ കഴിയുക. നിലവിൽ ഈ ഒരു CN രാമേന്ദ്രൻ നായർ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കണമെങ്കിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശം വരണം. ഹൈക്കോടതി പറയുന്നത് അനുസരിച്ച് മാത്രമാണ് സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയുക. കാരണം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണ്. അവിടെയാണ് ചില സമവായ നീക്കങ്ങളിലൂടെ ഒരു പ്രശ്നപരിഹാരം എന്ന ആവശ്യം അല്ലെങ്കിൽ അത്തരം ഒരു നിർദ്ദേശം ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായർ കമ്മീഷൻ മുന്നോട്ട് വെക്കുന്നത്. അല്ലാതെ പ്രായോഗികമായ റിപ്പോർട്ടുകളോ അല്ലെങ്കിൽ അന്തിമമായ ഒരു തീരുമാനങ്ങളോ ഒന്നും തന്നെ CN രാമേന്ദ്രൻ നായർ കമ്മീഷനിൽ ഈ ഒരു റിപ്പോർട്ടിന്റെ ഒരു ഭാഗത്തും പറയുന്നുമില്ല. ഈ റിപ്പോർട്ടിന്റെ പൂർണ്ണഭാഗങ്ങൾ പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ. മുനമ്പത്ത് കുടിയൊഴിപ്പിക്കൽ പ്രായോഗികമല്ലെന്ന് കമ്മീഷൻ റിപ്പോർട്ട്. സമവായം വേണം. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിജീഷ് കരുണാകരൻ.